അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ കാസർഗോഡൻ സ്റ്റൈലിലുള്ള ആ ഒരു കടുമ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കറി അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഒരു കടുമ്പൊക്കെ നല്ല കോമ്പിനേഷൻ ആണെന്ന്. അതുപോലെ മീൻ കറിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കടുമ്പ്. അപ്പോൾ നമ്മളിതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് ആ ഒരു കറിയുടെ കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെയാണ് ഈ ഒരു കടുമ്പ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റേഷൻ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്, 2.5 കപ്പ്. അപ്പോൾ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത അരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റേഷൻ അരി ഇല്ലെങ്കിൽ മട്ട റൈസ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം കൂടുതൽ കുതിർത്തെടുത്താൽ മതി. ഓക്കെ, പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ വേണം, തേങ്ങ ചിരകിയത്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് വലിയ തേങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്, അരമുറി. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് സവാള, ഒരു 2-3 ടേബിൾ സ്പൂണ് സവാള അരിഞ്ഞത്. അപ്പോൾ സവാളയുടെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു റേഷൻ അരിയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് സവാള ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഗ്രൈൻഡറിലാണെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ റേഷൻ അരി നമുക്കിതുപോലുള്ള ബ്ലെൻഡറിലൊക്കെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വെള്ളം വാർന്നെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. പിന്നെ അതുപോലെ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ, അത്രയും നൈസായിട്ട് അരച്ചെടുക്കണ്ട, കുറച്ചൊരു തരിയോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. പിന്നീട് നമുക്ക് തേങ്ങയും സവാളയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല, കുറച്ചൊരു തരിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുത്തത്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയും സവാളയും കൂടെ ചേർത്തിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതെന്തായാലും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു പാകത്തിന് അരച്ചെടുക്കാൻ പറ്റും. പക്ഷേ ബ്ലെൻഡറിലാകുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര തിക്കായിട്ടൊന്നും അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സായി കിട്ടിയാൽ മാത്രം മതി. നല്ലോണം ഇത് അരഞ്ഞ് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു നല്ലൊരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു മാവൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് തിക്കായിട്ട് വരും. അതുപോലെ നല്ലോണം തിക്കാക്കി എടുക്കണ്ട കേട്ടോ, നമുക്ക് ആ ഒരു പാകത്തിന് തിക്കാക്കി വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് തിക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇത് ചൂടാറുമ്പോൾ നമ്മളിത് ചൂടാറിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ടിത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ചൂടോടെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറേ മാവ് നല്ലോണം തിക്കായിട്ടും പിന്നെ കുറച്ച് മാവ് തിക്കാകാതെയും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് കറക്റ്റാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ നല്ലോണം നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ നല്ലോണം ഹാർഡായിട്ടല്ല കേട്ടോ, കുറച്ച് അയവിലുള്ള മാവ് തന്നെയാണ് വേണ്ടത്. കുറച്ച് ലൂസായിട്ടുള്ള മാവ് നമുക്ക് ജസ്റ്റ് ഉരുട്ടിയെടുക്കാം പാകത്തിന് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഓവർ തിക്കായിട്ടില്ല കേട്ടോ, പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഹാർഡായിട്ടുണ്ട് മാവ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിത് ആ ഒരു കടുമ്പ് ഷേപ്പിൽ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ആ ഒരു കടുമ്പ് ഷേപ്പാക്കിയിട്ട് ഇതുപോലുള്ള സ്റ്റീമറിൽ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ
ആക്കിയെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ മഞ്ചേശ്വരം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇതുപോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട് ഈ ഒരു ഷേപ്പിൻ്റെ കാര്യത്തിലും, കുറച്ച് മാറ്റമുണ്ട് കേട്ടോ അവിടെ ചെയ്യുന്നതിൽ. അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ ഞാൻ ഈ അടുത്ത് കോഴിക്കടുമ്പ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കടുമ്പും ഈ ഒരു കടുമ്പും വ്യത്യാസമുണ്ട് കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു തിളച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 15-20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാ കറിയുടെ കൂടെയും നമുക്ക് കഴിക്കാം. എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. മീൻ കറി, ചിക്കൻ കറി, ഒരു ചരങ്ങ കറി, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ, കാസർഗോഡുകാരും ഇതുപോലെ ആയിരിക്കില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കാസർഗോഡുകാർ പോലും ചെയ്യുന്നതിൽ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്